ഇന്നിപ്പോൾ നമ്മൾ കളിക്കുന്നത് ഒരു നല്ലൊരു ഗെയിമാണ്. നമ്മൾ ഒരു എന്തോ പേരെനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. എൻ്റെ പേരാണ് സ്റ്റംബിൾ ഗെയ്സ്. എനിക്കറിയാം നിങ്ങളൊക്കെ സ്റ്റംബിൾ ഗെയ്സ് എന്ന് ആലോചിക്കുമ്പോൾ വേറൊരു ഗെയിം ആയിരിക്കും. പക്ഷെ ഇതിൻ്റെ പേര് സ്റ്റംബിൾ ഗെയ്സ് എന്നാണ് കേട്ടോ, അതാണ് ഞാൻ പറഞ്ഞത്. ഇത് മാപ്പ് ഇപ്പോൾ സെലക്റ്റഡ് ആയിട്ടുണ്ട്. ഇതിനകത്ത് എനിക്ക് വേറൊരു സോങ് ബേസ് ആകാൻ പറ്റും. കാരണം ഒരു പാട്ടുണ്ട് ഖത്രോങ്കി കില്ലാടി എന്ന് പറഞ്ഞ ഹിന്ദി ഷോയാണ് അത്. ക്ലോസ് ആയിരുന്നു, നമ്മൾ മണ്ടയ്ക്കാനിരുന്നേ. പക്ഷെ പ്രശ്നം പറ്റിയ ഒരേ ഒരു പ്രശ്നമേ പറ്റുള്ളൂ. അത് നമ്മൾ 2 ചാട്ടം ചാടി നമുക്ക് 2 എണ്ണം പോകാൻ പറ്റുള്ളൂ. നമ്മൾ ചത്താ ഇനിയിപ്പോ നമുക്ക് അങ്ങോട്ട് പോവാ. നമ്മൾ ചാടിക്കൊണ്ടിരിക്കും കേട്ടോ. മറ്റേ ആ കൊച്ചു അവിടെ വരെ ചാടി ചാടി കഷ്ടപ്പെടുക. നമുക്ക് ഇവിടുന്ന് ചാടാം. നമ്മൾ അതിന്റെ തലയ്ക്കൂടെ കേട്ടോ. ഇതെന്തോ ഈ കൊച്ചിന്റെ പുറത്തും തലയ്ക്കുവാണല്ലോ ഞാൻ താമസിക്കുന്നതല്ല, ഐ മീൻ സോറി, ഞാൻ നിക്കുന്നത് അല്ല. ആദ്യം ഞാൻ ആ കൊച്ചിന്റെ തലയണ ഉണ്ടാക്കിയായിരുന്നു, ഇപ്പൊ ഞാൻ ആ കൊച്ചിന്റെ തോളയിലായി. എന്തുവാണ് ഇത്? വേണ്ട പിന്നെ നമ്മൾ ഇനി ഇതുപോലത്തെ ഗ്യാപ്പ് ഒക്കെ വരുമ്പോൾ നമുക്ക് വല്ലാത്തൊരു പരിപാടിയായി പോയി കേട്ടാ. കുഴപ്പമില്ല, നമുക്ക് ഒന്നുകൂടി ഈ ലെവല് കളിച്ചിട്ടെന്ന് നോക്കാം. കുഴപ്പമില്ല, ഇതാകുമ്പോൾ നമുക്ക് ഈ ലെവലൊന്ന് കംപ്ലീറ്റ് അടിക്കാൻ സമയം കിട്ടുമല്ലോ ഇച്ചിരി. നമുക്ക് ഇനി ഇതിന്റെ മണ്ടയ്ക്ക് കയറാം ഗൈസ്. ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ മണ്ടയ്ക്ക് കയറണം. അത് ശരി, അത് പൊളിയായിരുന്നു കേട്ടോ. നമുക്ക് എന്തായാലും നമ്മൾ താഴെ ഒന്നും പോയില്ലല്ലോ എന്നും പറഞ്ഞ് ആശ്വസിക്കാം. അത് നല്ല ജമ്പായിരുന്നു കേട്ടോ. നമ്മൾ കറക്റ്റ് അത്രയും ഉയർത്തി ഞാൻ ആദ്യമായിട്ടാണ് ജമ്പ് അടിക്കുന്നത്. അപ്പോൾ കറക്റ്റ് സമയത്ത് ജമ്പ് അടിച്ചോണ്ടാണ് നമുക്ക് അത്രയും ഉയർത്തി കാണാൻ പറ്റിയത്. ഇതാണടാ പിന്നെ. ഓക്കെ, ഓക്കെ, നമുക്കിനി ഇതിന്റെ മണ്ടയ്ക്കോടെ ചാടിപ്പോണം. ഇവന്മാരെങ്ങനെ പോകുന്നതെന്ന് നോക്കിയിട്ട് നമുക്ക് പോവാം. അയ്യോ, എന്താ പറ്റി? ഒന്നുകൂടെ ലാസ്റ്റ് നോക്കാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഗെയിം ഇപ്പം 25 സെക്കൻഡിനുള്ളിൽ അങ്ങോട്ട് സ്റ്റാർട്ടാവും. നമുക്ക് അധികം സമയവും ഇല്ല ഗൈസ്. ഇത് മൊത്തം ക്ലൈംബ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, പക്ഷെ ഹാഫെങ്കിലും ക്ലൈംബ് ചെയ്യാൻ പറ്റണം. ഇല്ല, നമ്മൾ മൊത്തം ക്ലൈംബ് ചെയ്ത് കേട്ടോ. പക്ഷെ ഈ മൊത്തം പാത കിടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഞാൻ ശരി, പക്ഷെ കറക്റ്റ് സമയത്ത് പോയി. ഞാൻ കാര്യം പറയാൻ തരുമായിരുന്നു. നമ്മളാ റെഡി തൊട്ടത് ഔട്ടാ, അങ്ങനെ ഒരു കാര്യം. ഇവന്മാര് നമുക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത് തരും. ഖത്രോങ്കി കില്ലാടി, നമ്മളാണ് ഖത്രോങ്കി കില്ലാടി ഗൈസ്. ഈ സാധനം താഴെ വരുമ്പോൾ നമ്മൾ ഇതിന്റെ മണ്ടയ്ക്ക് അടിക്കറക്കും.
ഇനിയിപ്പോ നമുക്ക് ഇതുവഴി പോണം. നമുക്കിനി ഇതുവഴി ഇങ്ങനെ ചാടി പോണം ഗൈസ്. നമ്മുടെ ഇത് എനിക്ക് നല്ല പക്ക നമ്മുടെ ഫിസിക്സ് അനുസരിച്ച് എനിക്ക് വിശ്വാസമുണ്ട് ഇത് പോയില്ലെന്ന്. കാരണം അത് ഒരു പരിപാടി ഉണ്ട് ഗൈസ്, മറ്റേ സിമ്പിൾ പെൻഡുലത്തിന്റെ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ A to A B to A എന്നാണ്. ഇത് നല്ല രസമുണ്ടല്ലോ, നമ്മൾ മണ്ടക്കോട്ടും ചാടുന്നല്ലോ നമ്മളെ വട്ടന്മാരുടെ കൂട്ട്. ഓക്കെ, നമ്മൾ ഫിനിഷിംഗ് ലൈനിലെത്തി കേട്ടോ. ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ ഫിനിഷിംഗ് ലൈനിലെത്തി. അയ്യോ, ഇപ്പൊ എന്ത് സംഭവിച്ചേ? ഫിനിഷിംഗ് ലൈനിലെത്തിയ നമ്മൾ ചത്താ കൊള്ളാം. ഫിനിഷിംഗ് ലൈനിൽ എത്തുന്ന ആൾക്കാർ ചത്ത്, ഫിനിഷിംഗ് ലൈനിൽ എത്താത്ത ആൾക്കാരോ? ഞാൻ അക്രോബാറ്റിക്സ് ആട്ടോ, ബോളിന്റെ മണ്ടയ്ക്കൂടൊക്കെയാണ് ഞാൻ നടക്കുന്നത്. നിന്നേക്കാളും ഒക്കെ പെട്ടെന്ന് ഞാൻ ചാടുമല്ലോടെ. ഹ്യൂമൻ എന്താ പെട്ടെന്ന് ചാടാത്ത? അയ്യോ സോറി, ഞാൻ പെട്ടെന്ന് ചാടുകയും ചെയ്യും, ഞാൻ പെട്ടെന്ന് താഴെ വീഴുകയും ചെയ്യും, മൂക്കടിച്ച് താഴെ വീഴുകയും ചെയ്യും. അതാണ് ഞാൻ. ഇവമ്മ ഇതിന്റെ ഒക്കെ മണ്ടയ്ക്ക് ചാടിക്കയറണം. അവനവിടെ ചാടാൻ നോക്കട്ടെ, അപ്പത്തേന് നമുക്ക് മണ്ടയ്ക്കോട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കാം. ശരി, ഇതെന്തുവാണ്, നമ്മൾ എത്രത്തോളം ചാടുന്നു എത്രത്തോളം താഴെ വന്നുകൊണ്ടിരിക്കുക. ഇത് വല്ലാത്തൊരു പരിപാടിയാണല്ലോ. ഓക്കെ, നമുക്കിനി നമ്മുടെ മാപ്പ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വട്ടം ഫൈനൽ പൊസിഷനിൽ എത്തിയോണ്ടായിരിക്കും നമുക്ക് വലിയ പ്രശ്നമില്ലാതെ അതേ മാപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്നുകൂടെ പോയി നോക്കണം. ഈ ഡോർ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ നടുക്കൂടെ ഒന്ന് പോയാൽ മതി. ഓക്കെ, പക്ഷേ നമുക്ക് അതിൻ്റെ മണ്ടയ്ക്ക് തൂങ്ങി പിടിച്ചു പോകാൻ പറ്റിയില്ല ഗൈസ്. ഓക്കെ, നമുക്കിനി മുന്നോട്ട് പോവാം. സൈഡിൽ കൂടെ പോകേണ്ട വരും. ഇനി നമുക്ക് സിമ്പിൾ പെൻഡുലത്തിന്റെ മൂവ്മെന്റ് അനുസരിച്ച് താഴോട്ട് പോവാം. എന്തോ ഒരു പ്രശ്നമുണ്ട് കേട്ടോ, ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ അവിടെ എത്തുമ്പോഴത്തേ നമ്മൾ ചത്തു പോകുന്നു. അതിനർത്ഥം അവിടെ എന്തോ ഒരു പ്രശ്നമില്ലേ. നമ്മൾ അങ്ങോട്ട് പോകുന്ന ഉടനെ നമ്മൾ ചത്തു പോകുന്നു. നമ്മൾ ആ ഫിനിഷിംഗ് ലൈൻ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ ചാവും. ഓക്കെ ബൈ, നമ്മൾ ഫിനിഷിംഗ് ലൈൻ ടച്ച് അടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അടുത്ത വീഡിയോ സൂൺ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ബൈ.